ദിനവൃത്താന്തം 2 അധ്യായം 9. ശേബാരാജ്ഞി ശലോമോന്റെ കീർത്തി കേട്ട് കടമൊഴികളാൽ ശലോമോനെ പരീക്ഷിക്കുവാൻ അതിമഹത്തായ പരിവാരത്തോടും സുഗന്ധവർഗവും അനവധി സ്വർണവും രത്നവും ചുമന്ന ഒട്ടകങ്ങളോടും കൂടെ യെരൂശലേമിൽ വന്നു. അവൾ ശലോമോന്റെ അടുക്കൽ വന്ന ശേഷം തന്റെ ആഗ്രഹമെല്ലാം അവനോട് പ്രസ്താവിച്ചു. അവളുടെ സകല ചോദ്യങ്ങൾക്കും ശലോമോൻ മറുപടി പറഞ്ഞു. മറുപടി പറയുവാൻ കഴിയാതെ ഒന്നും ശലോമോന് അശക്യമായിരുന്നില്ല. ശേബാരാജ്ഞി ശലോമോന്റെ ജ്ഞാനവും അവൻ പണിത അരമനയും അവന്റെ മേശയിലെ ഭക്ഷണവും അവന്റെ ഭൃത്യന്മാരുടെ ഇരിപ്പും അവന്റെ ശുശ്രൂഷകരുടെ നിലയും അവരുടെ ഉടുപ്പും അവന്റെ പാനപാത്രവാഹകന്മാരെയും അവരുടെ വേഷവും ദൈവാലയത്തിലേക്കുള്ള അവന്റെ എഴുന്നള്ളത്തും കണ്ട് അമ്പരന്നു പോയി. അവൾ രാജാവിനോട് പറഞ്ഞത്, നിന്റെ കാര്യങ്ങളെയും ജ്ഞാനത്തെയും കുറിച്ച് ഞാൻ എൻ്റെ ദേശത്ത് വെച്ച് കേട്ടവ സത്യം തന്നെ. ഞാൻ വന്ന് സ്വന്തം കണ്ണുകൊണ്ട് കാണും വരെ അവ വിശ്വസിച്ചില്ല. എന്നാൽ നിന്റെ ജ്ഞാന മഹാത്മ്യത്തിൻ്റെ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ കേട്ടതിനേക്കാൾ അങ്ങ് ശ്രേഷ്ഠനാകുന്നു. അങ്ങയുടെ ഭാര്യമാർ ഭാഗ്യവതികൾ. തിരുമുമ്പിൽ സദാ നിന്ന് നിന്റെ ജ്ഞാനം കേൾക്കുന്ന ഈ നിന്റെ ഭൃത്യന്മാരും ഭാഗ്യവാന്മാർ. നിന്റെ ദൈവമായ കർത്താവിനു വേണ്ടി രാജാവായി തൻ്റെ സിംഹാസനത്തിൽ നിന്നെ ഇരുത്തുവാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്ന നിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. നിന്റെ ദൈവം ഇസ്രായേലിനെ എന്നേക്ക് നിലനിൽക്കത്തക്കവണ്ണം അവരെ സ്നേഹിച്ചതിനാൽ നീതിയും ന്യായവും നടത്തുവാൻ നിന്നെ അവർക്ക് രാജാവാക്കിയിരിക്കുന്നു. അവൾ രാജാവിന് 120 താലന്ത് സ്വർണവും വളരെ സുഗന്ധവർഗവും രത്നവും കൊടുത്തു. ശേബാരാജ്ഞി ശലോമോൻ രാജാവിന് കൊടുത്തതുപോലെയുള്ള സുഗന്ധവർഗം പിന്നെ ഉണ്ടായിട്ടില്ല. ഓഫീരിൽ നിന്ന് പൊന്നു കൊണ്ടുവന്ന ഹീരാമിൻ്റെ ദാസന്മാരെയും ശലോമോന്റെ ദാസന്മാരും ഓഫീരിൽ നിന്ന് പൊന്നു കൊണ്ടുവന്ന ഹീരാമിൻ്റെ ദാസന്മാരും ശലോമോന്റെ ദാസന്മാരും ചന്ദനവും രത്നവും കൊണ്ടുവന്നു. രാജാവ് ചന്ദനമരം കൊണ്ട് ദേവാലയത്തിനും രാജഗൃഹത്തിനും അഴികളും സംഗീതക്കാർക്ക് കിന്നരങ്ങളും വീണകളും ഉണ്ടാക്കി. ഈ രീതിയിലുള്ളവ മുമ്പ് യഹൂദാദേശത്ത് അശേഷം കണ്ടിട്ടില്ല. ശേബാരാജ്ഞി രാജാവിന് കൊണ്ടുവന്നതിൽ കൂടുതലായി അവൾ ആഗ്രഹിച്ചതും ചോദിച്ചതുമെല്ലാം ശലോമോൻ രാജാവ് അവൾക്ക് കൊടുത്തു. അങ്ങനെ അവൾ തൻ്റെ ഭൃത്യന്മാരുമായ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. സഞ്ചാര വ്യാപാരികളും കച്ചവടക്കാരും കൊണ്ടുവന്നത് കൂടാതെ ശലോമോന് ഓരോ ആണ്ടിൽ വന്നിരുന്ന സ്വർണത്തിൻ്റെ തൂക്കം 666 താലന്തായിരുന്നു. അറേബ്യ രാജാക്കന്മാരെല്ലാവരും ദേശാധിപതിമാരും ശലോമോന് സ്വർണവും വെള്ളിയും കൊണ്ടുവന്നു. ശലോമോൻ രാജാവ് പൊൻതകിട് കൊണ്ട് 200 വലിയ പരിചകൾ ഉണ്ടാക്കി. ഓരോ പരിചയ്ക്ക് 600 ശേക്കൽ പൊൻ തകിടായി അവൻ പൊൻതകിട് കൊണ്ട് 300 ചെറുപരിചയും ഉണ്ടാക്കി. ഓരോ ചെറുപരിചയ്ക്കും 300 ശേക്കൽ പൊന്ന് ചെലവായി. രാജാവ് അവ ലെബാനോൻ വനഗ്രഹത്തിൽ സൂക്ഷിച്ചു. രാജാവ് ദന്തം കൊണ്ട് ഒരു വലിയ സിംഹാസനം ഉണ്ടാക്കി തങ്കം കൊണ്ട് പൊതിഞ്ഞു. സിംഹാസനത്തോട് ചേർത്തുറപ്പിച്ചതായി 6 പടികളും പൊന്നുകൊണ്ട് ഒരു പീഠവും ഉണ്ടായിരുന്നു. സിംഹാസനത്തിന്റെ ഇരുഭാഗത്തും ഓരോ കൈത്താങ്ങലിനടുത്ത് നിൽക്കുന്ന 2 സിംഹവും ഉണ്ടായിരുന്നു.
6 പടികളിൽ ഇപ്പുറത്തും അപ്പുറത്തുമായി 12 സിംഹങ്ങൾ നിന്നിരുന്നു. ഒരു രാജ്യത്തും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ശലോമോൻ രാജാവിൻ്റെ സകല പാനപാത്രങ്ങളും പൊന്നുകൊണ്ടും ലെബാനോൻ ഗൃഹത്തിലെ ഉപകരണങ്ങളെല്ലാം തങ്കം കൊണ്ടും ആയിരുന്നു. ശലോമോന്റെ കാലത്ത് വെള്ളിക്ക് വിലയില്ലായിരുന്നു. രാജാവിൻ്റെ കപ്പലുകളെ ഹിരാമിൻ്റെ ദാസന്മാരോടുകൂടെ തർശീശിലേക്ക് അയച്ചിരുന്നു. ആണ്ടിലൊരിക്കൽ തർശീശ് കപ്പലുകൾ പൊന്ന്, വെള്ളി, ആനക്കൊമ്പ്, കുരങ്ങ്, മയിൽ എന്നിവ കൊണ്ടുവന്നു. ഇങ്ങനെ ശലോമോൻ രാജാവ് ലോകത്തിലെ സർവ്വരാജാക്കന്മാരെക്കാളും ധനം കൊണ്ടും ജ്ഞാനം കൊണ്ടും മികച്ചവനായി. ദൈവം ശലോമോന്റെ ഹൃദയത്തിൽ കൊടുത്ത ജ്ഞാനം കേൾക്കുവാൻ ലോകത്തിലെ സകല രാജാക്കന്മാരും അവന്റെ മുഖദർശനത്തിനായി വന്നു. അവരിൽ ഓരോരുവന് ആണ്ടുതോറും താന്താന്റെ കാഴ്ചയായി വെള്ളിപ്പാത്രം, പൊൻപാത്രം, വസ്ത്രം, ആയുധം, സുഗന്ധവർഗം, കുതിര, കോവർ, കഴുത എന്നിവ കൊണ്ടുവന്നു. ശലോമോനും കുതിരകൾക്കും രഥങ്ങൾക്കും 4000 ലായവും 12000 കുതിരക്കാരും ഉണ്ടായിരുന്നു. അവരെ അവൻ രഥ നഗരങ്ങളിലും യെരൂശലേമിൽ രാജാവിൻ്റെ അടുക്കലും പാർപ്പിച്ചിരുന്നു. അവൻ നദി മുതൽ ഫെലിസ്ത്യദേശം വരെയും മെസ്രേനിലെ അതിർത്തി വരെയും ഉള്ള സർവ്വരാജാക്കന്മാരുടെ മേലും വാഴ്ച നടത്തി. രാജാവ് യെരൂശലേമിൽ വെള്ളിയെ ബാഹുല്യം മൂലം കല്ലുപോലെയും ദേവദാരുവിനെ താഴ്വീതിയിലെ കാട്ടത്തി മരം പോലെയുമാക്കി. മെസ്രേനിൽ നിന്നും സകല രാജ്യങ്ങളിൽ നിന്നും ശലോമോന് കുതിരകളെ വാങ്ങിക്കൊണ്ടുവരുമായിരുന്നു. ശലോമോന്റെ മറ്റുള്ള കാര്യങ്ങൾ ആദ്യാവസാനം നാഥാൻ പ്രവാചകന്റെ ഗ്രന്ഥത്തിലും ശീലോന്യനായ അഹിയായുടെ പ്രവചനത്തിലും നെബാത്തിന്റെ മകനായ യെരൊബെയാമിനെ പറ്റിയുള്ള ഇദ്ദോ പ്രവാചകന്റെ ദർശനങ്ങളിലും എഴുതിയിട്ടുണ്ട്. ശലോമോൻ യെരൂശലേമിൽ എല്ലാ ഇസ്രായേൽ മേലും 40 സംവത്സരം രാജാവായിരുന്നു. പിന്നെ ശലോമോൻ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ തൻ്റെ പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിച്ചു. അവൻ്റെ മകനായ റഹബെയാം അവന് പകരം രാജാവായി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോ.